പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശമ്പളവും പെൻഷനും വിതരണം ചെയ്യാൻ വഴി കാണാത്തതിനാൽ വീണ്ടും 3000 കോടി രൂപ കൂടി കടമെടുക്കാൻ സർക്കാർ. അതേസമയം മോശമായ സാമ്പത്തിക നില പരിഗണിച്ച് 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്ര ബജറ്റിൽ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. KSRTC റിട്ടയർഡ് ജീവനക്കാരുടെ ജനുവരിയിലെ പെൻഷൻ ഫെബ്രുവരി മാസം 12-നകം നൽകിയില്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയും ഗതാഗത സെക്രട്ടറിയും നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി. പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ട്രാൻസ്പോർട്ട് പെൻഷനേഴ്സ് ഫ്രണ്ട് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ്. പെൻഷൻ നൽകാൻ സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യത്തിന് രൂപം നൽകിയെന്നും വിതരണത്തിന് 2 ആഴ്ചയെങ്കിലും വേണ്ടിവരുമെന്നും സർക്കാർ അറിയിച്ചു. ബജറ്റ് പ്രസംഗത്തിന്റെ തയ്യാറെടുപ്പിലാണ് KN ബാലഗോപാൽ. ഫെബ്രുവരി മാസം 7-നാണ് ബാലഗോപാലിന്റെ ബജറ്റ്. ഫെബ്രുവരി 1-ന് നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു. ശമ്പള പരിഷ്കരണ കമ്മീഷനെക്കുറിച്ചും യൂണിഫൈഡ് പെൻഷൻ സ്കീമിനെക്കുറിച്ചും നിർമ്മല ബജറ്റിൽ പരാമർശിക്കുമെന്നാണ് ഉറപ്പ്. പങ്കാളിത്ത പെൻഷൻ ആകർഷകമാക്കാനുള്ള പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിക്കാൻ ബാലഗോപാലും തയ്യാറെടുക്കുകയാണ്. 18.5% സർക്കാർ വിഹിതം കൊടുക്കുന്ന യൂണിഫൈഡ് പെൻഷൻ സ്കീമിനോട് ബാലഗോപാലിന് പഥ്യമില്ല. പങ്കാളിത്ത പെൻഷനാണെങ്കിൽ 10% സർക്കാർ വിഹിതം കൊടുത്താൽ മതി. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും പങ്കാളിത്ത പെൻഷൻ വിഹിതം ഉയർത്തിയിട്ടും കേരളം ഇക്കാര്യത്തിൽ കണ്ണടച്ചിരിക്കുകയാണ്. 2 ലക്ഷം പേരാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലുള്ളത്. ബജറ്റിൽ ബാലഗോപാൽ എത്ര ഗഡു DA പ്രഖ്യാപിക്കുമെന്ന ആകാംക്ഷയിലാണ് സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും. 2025 ജനുവരി പ്രാബല്യത്തിൽ കേന്ദ്രം 1 DA ഉടനെ പ്രഖ്യാപിക്കും. അതുകൂടെ കൂട്ടുമ്പോൾ കേരളത്തിൽ 7 ഗഡു DA കുടിശ്ശികയാകും. 22% ക്ഷാമബത്ത കുടിശ്ശിക. 6 ഗഡു ക്ഷാമബത്ത ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നാണ് ഭരണാനുകൂല സംഘടനകൾ പറയുന്നത്. ഓരോ 2 മാസം കൂടുമ്പോഴും 1 ഗഡു DA എന്ന രീതിയിലായിരിക്കും പ്രഖ്യാപനം. അതോടെ കുടിശ്ശിക തീരും. കുടിശ്ശികയില്ലാത്ത ക്ഷാമബത്ത കാലം സംജാതമാകുമെന്ന പ്രതീക്ഷയിലാണ് ഭരണാനുകൂല സംഘടനകൾ. KN ബാലഗോപാലിന്റെ ജീവനക്കാരോടുള്ള സമീപനത്തിൽ അതൃപ്തിയുള്ള പ്രതിപക്ഷ സംഘടനകളാകട്ടെ ഇതൊന്നും അത്ര കണ്ട് വിശ്വസിക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, 2021 മെയ് മാസമാണ് ബാലഗോപാൽ ധനമന്ത്രിയാകുന്നത്. അതുവരെ 8 ഗഡു DA തരേണ്ട സ്ഥാനത്ത് നൽകിയത് 2 ഗഡു മാത്രമാണ്. ക്ഷേമ പെൻഷൻ ഇപ്പോൾ നിലവിൽ 3 ഗഡു കുടിശ്ശികയാണ്. പുതിയ സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശിക തീർക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.